ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ദേവ്യാനിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ജയനോട് പറയുന്നുണ്ട്, ജയ, എനിക്ക് താങ്കളോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. വരൂ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പറയാം, വരൂ. ഇതും പറഞ്ഞ് ഡോക്ടർ മുറിയിലേക്ക് ജയനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇരിക്കൂ ജയ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ, എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ എന്താ ഡോക്ടർ? അത് ഇപ്പോൾ പേഷ്യൻറ്റിന് സംഭവിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് അറിയണ്ടേ? ഡോക്ടർ, എന്താ? ഇത് വളരെ ഡേഞ്ചറാണ്, പോലീസിനെ അറിയിക്കേണ്ട കേസാ. എന്നാൽ നിങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് കരുതി. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ജയന്റെ വൈഫ് വിഷം കുടിച്ചതാ. ഒന്നെങ്കിൽ അയാൾ തനിയെ കുടിച്ചത്, അല്ലെങ്കിൽ ശത്രുതയുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കുന്നതാ നല്ലത്. ജയ, ഡോക്ടർ, ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യില്ല. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ജയന്റെ വൈഫിന്റെ വയറ്റിനുള്ളിൽ വിഷമാണ്. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നോണ്ടാ അയാൾ ഇപ്പോഴെങ്കിലും ഈ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ കണ്ടീഷൻ വളരെ മോശമാകുമായിരുന്നു. എന്തു പറയുന്നു ജയ? ഒന്നെങ്കിൽ പോലീസിനെ അറിയിക്കണം, ഇല്ലെങ്കിൽ പിന്നെ വൈഫിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കൂ. ശരി ഡോക്ടർ. അങ്ങനെ ജയൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് എല്ലാവരും ഉള്ളോടത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ, ഐസിയുടെ മുന്നിലേക്ക്. അപ്പോൾ ആദർശ് അവിടുന്ന് അച്ഛനെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, എന്താ അമ്മയ്ക്ക്? ഡോക്ടർ എന്താ പറഞ്ഞത്? ഏയ് കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ദേവേനയുടെ കണ്ടീഷൻ ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അച്ഛാ, അച്ഛൻ സത്യം പറയല്ലേ? ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയല്ലോ. അല്ല ആദർശേ, ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. ഡോക്ടറാണ് പറഞ്ഞത് ദേവ്യാനിയുടെ കണ്ടീഷൻ ഇപ്പോൾ കുഴപ്പമില്ലെന്ന്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എന്താ അച്ഛാ? ദേവ്യാനി ഇന്നലെ കഴിച്ചതിൽ എന്തിലോ വിഷം കലർന്നിട്ടുണ്ട്. അയ്യോ, വിഷോ? അതെ. ഡോക്ടർ പറയുന്നത് ഒന്നെങ്കിൽ നിന്റെ അമ്മ മനഃപൂർവ്വം അത് കഴിച്ചതാണെന്ന്, അല്ലെങ്കിൽ പിന്നെ ആരോ ചെയ്തത്. ഇതൊക്കെ ആര് ചെയ്യാനാ? നിന്റെ അമ്മ തന്നെ ചെയ്തതായിരിക്കും. അച്ഛാ, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്തോ എനിക്കറിയില്ല. ഡോക്ടർ ആകെ കൺഫ്യൂഷനില്ല. പോലീസിനെ അറിയിക്കണോ അതോ നമ്മൾ ഈ കാര്യം ഹാൻഡിൽ ചെയ്തോളൂ എന്നാണ് ചോദിക്കുന്നത്. അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ? ഇല്ല, ദേവ്യാനിക്ക് കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. അച്ഛാ, അമ്മ എന്ത് കഴിച്ചതിലെ വിഷം ഉണ്ടായിരുന്നത്? എന്തോ കുടിച്ച പാലിലാ വിഷം കലർന്നതെന്നാ ഡോക്ടർ പറയുന്നത്. അച്ഛാ, നയന പറയുന്നത് അത് നയന ഉണ്ടാക്കിയ പാലായിരുന്നു എന്നാ. അതിൽ അവൾ അങ്ങനെയൊന്നും ചേർത്തില്ല. എനിക്ക് ഉറപ്പുണ്ട്. മോൻക്ക് മാത്രമല്ല, ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എന്തോ ഒന്ന് അവിടെ നടന്നിട്ടുണ്ട്. അതേസമയം തന്നെ മൂർത്തി മുത്തശ്ശൻ ആദർശിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അച്ഛാ, മുത്തശ്ശനെ വിളിക്കുന്നത്. എന്താ പറയേണ്ടത്? ആ, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട. ദേവാനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ മതി. ആ ശരി അച്ഛാ. ഇതും പറഞ്ഞ് ആദർശ് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മൂർത്തി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഹലോ ആദർശേ. ആ മുത്തശ്ശ, ദേവ്യാനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ആരും എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? അത് മുത്തശ്ശ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്കിപ്പോൾ ഓക്കെയാണ്. എന്താ പറ്റിയെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഭക്ഷണം എന്തെങ്കിലും പറ്റായിട്ടാണോ? ആ അതെ, കഴിച്ച ഭക്ഷണം പറ്റായിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ എടോ വസുന്ധരെ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ആദർശമോ പറഞ്ഞത്. മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മുത്തശ്ശ. ആ എന്നാ പിന്നെ ശരി. ഇതും പറഞ്ഞ് മുത്തശ്ശൻ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അതേസമയം മുത്തശ്ശനെ മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെ ഇവിടെ നടക്കുന്നത് ഈശ്വര? നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളാ. നയനമോളല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്? പിന്നെ എങ്ങനെ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്? വസുന്ധരെ, താ മോളെ അവിശ്വസിക്കുകയാണോ? ഒരിക്കലും അല്ല. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പാപം കിട്ടും. ഇദ്ദേഹത്തിന് അറിയാലോ, ഇത്രയും കാലം മോളുണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ദേവ്യാനി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ദൈവത്തിന് പോലും പൊറുക്കാത്തതാ. പലപ്പോഴും ദേവ്യാനിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ദേവ്യാനി അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാ ഏറ്റവും വലിയ വിഷമം. ഇദ്ദേഹം വിഷമിക്കണ്ട, എന്നെങ്കിലും ദേവ്യാനി തിരിച്ചറിയും സ്വന്തം മരുമകളെ. ആ ഒരു വിശ്വാസത്തിലാ ഇപ്പൊ ഞാനും. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രേവതിയും അനാമികയാണ്. മോളെ, ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടല്ലോ. അതെ അമ്മേ, നമ്മൾ എന്തൊക്കെ പാര പണിയാൻ നോക്കിയാലും അതൊക്കെ തിരിച്ച് നമ്മുടെ തലയിലേക്ക് തന്നെ വരുന്നത്. ആ ദേവ്യാനിക്കൊരു ഡോസിന്റെ കുറവുണ്ടായിരുന്നു. എന്നാലും അമ്മേ, വല്യമ്മ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാകുന്നതല്ലേ. അതുകൊണ്ട് അവർക്കൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. ആർക്ക് സംഭവിച്ചാലും മോക്ക് എന്താ മോളെ കുഴപ്പം? അമ്മേ, അതല്ല എനിക്ക് ടെൻഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കട്ടെ, പക്ഷെ ഇതെങ്ങാനും പോലീസ് കേസ് ആയാലോ? എന്തായാലും ഡോക്ടർമാർക്ക് അകത്ത് ചെന്നത് വിഷമാണെന്ന് മനസ്സിലാക്കാൻ താമസം വേണം അമ്മേ. അയ്യോ മോൾ അത് പറഞ്ഞത് ശരിയാ. ഇതെങ്ങാനും വിഷമാണെന്ന് കണ്ടുപിടിച്ച പിന്നെ ഇത് പോലീസ് കേസ് ആവും. മിക്കവാറും അത് പോലീസ് കേസ് ആവാൻ സാധ്യതയില്ല അമ്മേ. അതെന്താ മോളെ? അങ്ങനെ വല്ലതും സംഭവിച്ച അനന്തപുരിയിൽ പോലീസ് കയറി നിറങ്ങില്ലേ? പിന്നെ ഈ മൂർത്തി സാറുടെ പേരിനങ്ങ് കോട്ടം തട്ടില്ല അമ്മേ. അത് ശരിയാ. അപ്പൊ പിന്നെ പോലീസ് കേസ് ആവാൻ വഴിയില്ല. എന്നാലും അന്വേഷണം ഉറപ്പാ. ആദർശ് ഇതിന്റെ ബാക്കിലെ കള്ളക്കളികൾ പിടിക്കാൻ ഒരുങ്ങിയാലുണ്ടല്ലോ, നമ്മളൊക്കെ അകത്താ പിന്നെ. ശരിയാണല്ലോ മോളെ, അവൻ ഇതിനൊരുങ്ങി തിരിച്ചാ പിന്നെ സത്യം കണ്ടെത്തിയിട്ടേ അടങ്ങൂ. അന്ന് തന്നെ ആ ഗോൾഡിന്റെ കാര്യം ഓർമ്മയില്ലേ? ഒരു വിധത്തിനാ വേണുവേട്ടന്റെ കൂട്ടുകാരത് വെള്ളിയാക്കി മാറ്റിയത്. അതെ അമ്മേ, ഇനി നമ്മൾ എന്തായാലും നല്ല സൂക്ഷിച്ചിരിക്കണം. അമ്മേ, എന്റെ മനസ്സിലൊരു ഉപായം തെളിയുന്നുണ്ട്. ഞാനത് പറയട്ടെ? പറയും മോളെ.
അമ്മേ, ഇതും നമ്മൾ ഒരു അവസരമായിട്ട് കാണണം. ആ നയനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പൊക്കച്ച് പുറത്തേ അടിക്കണ്ടേ? അതേ മോളെ, അത് തന്നെയല്ലേ നമ്മുടെ ലക്ഷ്യം. അമ്മേ, ഇത് പോലീസ് കേസ് ആകണം. മോള് തെന്ത് വിഡിത്തുരയി പറയുന്നത്? പോലീസ് കേസായി നമ്മൾ അകത്താക്കില്ലേ? അമ്മേ, അവിടെയല്ലേ നമ്മളെ മിടുക്ക്. അതെങ്ങനെയെങ്കിലും അവളെ തലയിൽ കൊണ്ട് എത്തിക്കണം. ഓ, എൻ്റെ മോള് ചിന്തിച്ചത് എന്താന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടം വരെ കാര്യം എത്തിക്കണം അമ്മേ. എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അത് അവളുടെ തലയിൽ തന്നെ എത്തണം. അവൾ എടുത്തു വെച്ച പാലാണ് വല്യമ്മ കുടിച്ചത്. അങ്ങനെ വേണം പോലീസുകാരെ അറിയാൻ. അങ്ങനെ തന്നെയാണല്ലോ മോളെ. അതെ, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തത്. എന്തായാലും അത് നന്നായി. അമ്മേ, ഇനി ഒട്ടും താമസിക്കേണ്ട, പോലീസിനെ വിളിക്കാം. അങ്ങനെ അനാമിക പോലീസിനെ വിളിക്കാട്ടോ. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പോലീസിനോട് പറയുന്നുണ്ട്. ഓ, ഓക്കെ മാഡം, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം. അതും പറഞ്ഞ് പോലീസ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അന്വേഷണം അങ്ങ് തുടരുകയാണ്. പോലീസ് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ദേവ്യാനിയാണെങ്കിൽ എല്ലാവരും കയറി കാണുന്നുണ്ട്. ദേവ്യാനിക്ക് ഇപ്പോൾ ഏകദേശം ഓക്കെ ആണ് കേട്ടോ. പോലീസിനെ കണ്ട പടത്തേനെ ആദർശ് പറയുന്നുണ്ട്. അച്ഛാ, പോലീസിനെ നമ്മൾ വിവരം അറിയിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇതെങ്ങനെ? അറിയില്ല അച്ഛാ. പോലീസ് വന്ന പടത്തന്നെ ചോദിക്കുന്നുണ്ട്. സർ, അനന്തപുരിയിൽ ആരോ വിഷം കഴിച്ച് ഹോസ്പിറ്റലാണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് ആ വ്യക്തി പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ ഡോക്ടറെ കണ്ടുവരികയാണ്. വയറ്റിൽ വിഷം എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെങ്കിലും ഇത് ശിക്ഷ കിട്ടേണ്ട വകുപ്പല്ലേ സാർ? അത് സർ, ഞങ്ങളൊന്ന് പേഷ്യന്റിനെ കയറി കണ്ടോട്ടെ. എന്തായാലും ജയനെ സമ്മതിക്കണ്ടെന്ന് പറയാനാവില്ല കേട്ടോ. പോലീസ് എന്തായാലും ദേവ്യാനെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. മാഡം, അപ്പം തന്നെ ദേവ്യാനി കണ്ണു തുറക്കുന്നുണ്ട് കേട്ടോ. മാഡം, ഞങ്ങൾ ഒരു തെളിവെടുപ്പിന് വന്നതാ. ഞങ്ങളുടെ ഈ തെളിവെടുപ്പിന് ഒന്ന് സഹകരിക്കണം. മാഡത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. മാഡം, മാഡത്തോട് ശത്രുതയുള്ള ആരെങ്കിലും ആ വീട്ടിലുണ്ടോ? ഏയ്, അങ്ങനെ ആരുമില്ല. മാഡത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല. മാഡത്തിന് പാല് വിഷം കലർത്തി തന്നെന്ന് അറിഞ്ഞത്. ആരാ മാഡത്തിന് പാല് തന്നത്? ആരും തന്നതല്ല, ഞാൻ എടുത്ത് കുടിച്ചതാ. മാഡം, ആ പാല് ടേബിളിൽ വെച്ചത് മൂത്ത മരുമകളായ നയനയാണെന്നാ പറയാൻ കഴിഞ്ഞത്. മാഡത്തിന് അയാളുമായിട്ട് എന്തെങ്കിലും ശത്രുതയുണ്ടോ? നയനയോ? അതെ, അവൾ എൻ്റെ ശത്രുവാ. അവളാണ് ആ പാല് വെച്ചതെങ്കിൽ സാറേ, എന്നെ മനഃപൂർവ്വം അവൾ കൊല്ലാൻ നോക്കിയത്. ഓക്കെ, അപ്പോൾ മാഡം മനഃപൂർവ്വം എടുത്ത് കുടിച്ചതല്ലല്ലോ? അല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നോട് അനന്തപുരിയിൽ ആകെ ശത്രുതയുള്ളത് എൻ്റെ മരുമകൾക്കാ, ആ നയനയ്ക്ക്. മാഡം, വേറെ ആരെങ്കിലും മാഡത്തിന് സംശയമുണ്ടോ? അവളുടെ ചേച്ചിയും അതുപോലെ തന്നെയാ. 2 പേര് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഇത് ചെയ്തത് ആ നയന തന്നെയാ സാറേ. ശരി മാഡം, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. മാഡം, ഞങ്ങൾ ഈ പറഞ്ഞ നയനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. മാഡത്തിന് മരുമകളാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചേ പറ്റൂ. എന്തായാലും പോലീസ് അവിടുന്ന് അങ്ങനെ പോവാണ് കേട്ടോ. ആദർശും ജയനും തൊട്ടപ്പുറത്ത് മാറി എന്ന് സംസാരിക്കുന്നുണ്ട്. പോലീസുകാർ അവരെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവിടെ കാണാത്തതുകൊണ്ട് തന്നെ പോലീസ് പോവാണ്. അച്ഛാ, അമ്മ ഇനി നയനെ വല്ലതും പറയോ? ഏയ്, ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പോലീസ് നേരെ അനന്തപുരിയിലേക്ക് വരുന്നതാണ് കേട്ടോ. വന്ന പാടത്തന്നെ അനന്തപുരിയുടെ മുൻവശത്ത് തന്നെ അനാമികയുടെ അമ്മയുണ്ട് കേട്ടോ. അപ്പൊ പോലീസ് ചോദിക്കുന്നുണ്ട് അനാമികയെ ചൂണ്ടിക്കാണിച്ചിട്ട്, നയനയാണോ? അല്ല, ഞാനല്ല സാർ. ഈ നയന എന്ന് പറയുന്നവള് ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. പെട്ടെന്ന് വിളിക്ക്. അനാമിക നയനയെ വിളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, സാറേ എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ നിങ്ങളോട് പറയാനുണ്ടോ? സാറേ, എൻ്റെ മരുമോൻ്റെ വീടായത്. അതിന് അല്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ വയ്യാടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലേ? അവർ കഴിച്ചതിൽ വിഷം അകത്ത് എന്നിട്ടുണ്ട്. അവരുടെ മൊഴിയെടുപ്പിൽ ഈ പറഞ്ഞ നയനയാണ് പ്രധാന കാരണക്കാരി. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സാറേ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ? അതെ. അതേതായാലും നന്നായി സാറേ. അവൾക്കേ ഒരു കൊമ്പ് കൂടുതലാ. അഹങ്കാരിയാ സാറേ. എല്ലാരും ഓരോന്ന് ഫുഡിക്കകത്ത് കൊല്ലാൻ നോക്കല അവളെ പണി. ഓഹോ, അങ്ങനെ ഒരാളെ നിങ്ങളപ്പോൾ വെച്ചോണ്ടിരിക്കുകയായിരുന്നു? അങ്ങനെയല്ല സാറേ. അപ്പം അതേസമയം തന്നെ നയനയെ വിളിച്ചുകൊണ്ട് അനാമിക വരുന്നുണ്ട്. സാറേ, ഇതാണ് നയന. നിങ്ങളോ? ആദർശിൻ്റെ വൈഫല്ലേ നിങ്ങൾ? അതെ സാർ. എന്താ? നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരെ വരേണ്ടി വരും. അയ്യോ, എന്താ സാർ കാര്യം? കാര്യം വേറെ ഒന്നുമല്ല, അമ്മായിയമ്മയെ അപായപ്പെടുത്താൻ നോക്കി. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തു. നിങ്ങളുടെ പേരിൽ അവർ ഒരുപാട് പരാതിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ്, ഞങ്ങളായിട്ട് സഹകരിക്കണം. വരൂ. എന്നിട്ട് നയനയുടെ കയ്യിൽ ലോക്കിട്ടിട്ട് അവർ കൊണ്ടുവന്നിട്ടോ. നയനയ്ക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല കേട്ടോ. ഇത് കണ്ടിട്ട് അമ്മയും മോളും നല്ല സന്തോഷിക്കുക. അമ്മേ, എന്തൊക്കെയാ അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്? എൻ്റെ കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പം രേവതി പറയുന്നുണ്ട്, മോളെ, ഇനി ഇവിടെ പലതും നടക്കും, നീ നോക്കിക്കോ. മോളുടെ ബുദ്ധി ഏതായാലും അപാരം തന്നെ. ശരിയാമ്മേ, എന്നാലും ഇതൊരു അടാറ് പണിയായിപ്പോയി മോളെ. ഓക്കെ, അങ്ങനെ എന്തായാലും നയനയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ജയിലിൽ അടയ്ക്കുന്നുണ്ട്. നല്ല കിടിലൻ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.